നമ്മളിവിടെ വെറും രാഷ്ട്രീയങ്ങളും പറഞ്ഞ് സമയങ്ങള് കളയാതെ നമ്മൾ വരും തലമുറകൾക്ക് വേണ്ടി പല കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. കടന്നുപോയ കാലങ്ങളിലെ ഇവിടെ ഉണ്ടായിരുന്ന പൈതൃകങ്ങളെക്കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന നദികളെയും പുഴകളെയും തോടുകളെയും ഒക്കെ കുറിച്ച് വരും തലമുറകൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം ആയിരുന്നു ഇവിടുത്തെ രീതികളും കാര്യങ്ങളും, എന്തൊക്കെ സംസ്കാരങ്ങളായിരുന്നു. ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകണക്ക് തന്നെ പല പല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. കാരണം ഇന്ന് വലിയ കുന്നുകളും മലകളും എല്ലാം ഇടിച്ചു നിരത്തി അവിടെ എല്ലാം ഫ്ലാറ്റുകളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് തന്നെ ദോഷം തട്ടുന്ന പല പല കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനങ്ങള് വളരെ അനിവാര്യമാണ്. വരും ജനസംഖ്യ വർദ്ധിച്ചു വരും തോറും അതിൻ്റെതായ കാര്യങ്ങൾ നമുക്കിവിടെ കരുതൽ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോഴ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേ ഉള്ളൂ. രാഷ്ട്രീയക്കാരും എല്ലാവരും അധികാരികളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം വരുന്ന തലമുറകൾക്ക് പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു നല്ലൊരു ലാബ്, അതായത് നല്ലൊരു എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അവർക്കത് ദൃശ്യങ്ങളെ കണ്ട് മനസ്സിലാക്കി പഠിക്കാനും പൂർവികർ ഇവിടെ എങ്ങനായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ അറിയേണ്ടുന്നത് ചില കാര്യങ്ങൾ, വലിയ വിലപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പണ്ടത്തെ ഭക്ഷണ രീതികളും പണ്ടത്തെ ആ ഐക്യത നിറഞ്ഞ ഒരു സൗഹാർദ്ദത നിറഞ്ഞ ആ ഒരു മതസൗഹാർദ്ദം, എല്ലാവരും എല്ലാ മതക്കാരും ഒത്തൊരുമിച്ച് ഐക്യതയോടും കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ നല്ലതായ ചിത്രങ്ങളൊക്കെ എടുത്ത് നമുക്കിവിടെ സ്റ്റോർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ നമ്മൾ വെറും രാഷ്ട്രീയങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലി നമ്മൾ പരിഭവം കാണിച്ചതൊന്നും പാടില്ല. അതൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല സമാധാനപരമായിട്ട് അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മളുടെ പുരോഗമനങ്ങൾ ആരാണോ നമുക്കിവിടെ നല്ല രീതിയിൽ മാനവരാശി ഗുണം പകർന്നു കിട്ടുന്ന വിദ്യാസമ്പന്നരായവർക്കെല്ലാം തൊഴിലുണ്ടാക്കി കൊടുക്കുകയും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കുന്ന ആരാണോ മുന്നോട്ട് വരുന്നത് അവരെ നമ്മൾ എല്ലാവരും ഒത്തൊരുമയായി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക. അത് ആരാണെങ്കിൽ പോലും. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒന്നും പറഞ്ഞ് വേർതിരിച്ച് കാണാതെ അവരെ എല്ലാവരും ഐക്യതയോടുകൂടി നിന്ന് സമാധാനപരമായിട്ടും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയാൽ ഒരു നല്ലൊരു പുഞ്ചിരി അങ്ങനെയൊക്കെ ആയി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ശത്രു മനോഭാവത്തോടു കൂടി അങ്ങനൊന്നും ഉണ്ടാവാതെ ഒരുപാട് ഇപ്പൊ തന്നെ ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ ഒരാൾ എന്തായാലും ജയിച്ചേ പറ്റൂ, ഒരാൾ ജയിക്കുക തന്നെ ചെയ്യും. അപ്പോഴവിടെ മറ്റു എതിർപക്ഷികൾ അതിനകത്ത് അവരെ കളിയാക്കിയോ ഓരോ വിദ്വേഷങ്ങൾ കാണിക്കുകയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ഒന്നും പാടില്ല. അപ്പം നമ്മൾക്കിവിടെ പുരോഗമനങ്ങളാണ് വേണ്ടുന്നത്. നമ്മളുടെ പൂർവികർ ചെയ്തു വെച്ചിരുന്ന ആ വലിയ വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ വരും തലമുറകൾക്ക് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ടത് അനിവാര്യമാണ്.